ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് സിമെൻറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സിമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ കോൺക്രീറ്റിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സിമെൻറ്റ്. സിമെൻറ്റ് മാത്രമല്ല, ഫൈൻ എഗ്രിഗേറ്റ് ഉണ്ട്, കോഴ്സ് എഗ്രിഗേറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്, സിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, കോൺക്രീറ്റ് വരുന്നത്. അതിൽ ഒരു സിമെൻറ്റിനെ പറ്റി മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ സിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബൈൻഡിങ് മെറ്റീരിയലാണ് സിമെൻറ്റ്. അതിനൊരു അഡ്ഹസീവ് ആൻഡ് കൊഹസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ സിമെൻറ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോസഫ് ആസ്പിഡൻ ആണ്. 1824 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിമെൻറ്റിൻ്റെ കളർ ഗ്രീനിഷ് ഗ്രേ കളറാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധാ നാച്ചുറൽ സിമെൻറ്റിൻ്റെ കളർ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബ്രൗൺ കളർ. ഓക്കെ, ദെൻ അങ്ങനെ ജോസഫ് ആസ്പിഡിൻ 1824 ആർട്ടിഫിഷ്യൽ സിമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1904 to 1905 നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ഈ ഒരു സിമെൻറ്റ് കമ്പനി ആദ്യമായിട്ട് വരുന്നത്. അത് വരുന്നത് തന്നെ തമിഴ്നാട്ടിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് സിമെൻറ്റ് ഫാക്ടറി ഇന്ത്യയിൽ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ആൻഡ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കോട്ടയം ജില്ലയിലാണ് നമുക്ക് സിമെൻറ്റ് ഫാക്ടറി അടുത്തത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഓരോ കോമ്പോസിഷൻസ് ഓഫ് ദ സിമെൻറ്റ്: ലൈം, സിലിക്ക, അലൂമിന, ജിപ്സം, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യം, സൾഫർ, ആൽക്കലീസ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് എത്ര വേണം, നമ്മൾ സിമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇത്ര പേഴ്സൻറ്റേജ് അത് വേണം, അല്ലെങ്കിൽ മിനിമം എത്ര വേണം, മാക്സിമം എത്ര വേണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈം എന്ന് പറയുന്നതായിരിക്കണം ഏറ്റവും കൂടുതൽ സിമെൻറ്റിൽ വേണ്ട കോമ്പോണൻറ്റ് എന്ന് പറയുന്നത്. 62 to 67% ലൈം വേണം. അത് കഴിഞ്ഞാൽ സിലിക്ക 17 to 25% വേണം. അലൂമിന എന്ന് പറയുന്നത് 3 to 8%. ബാക്കി വരുന്നത് നോക്കിക്കേ, ഈ ജിപ്സും അയൺ ഓക്സൈഡും 3 to 4%, രണ്ടാൾക്കാർ. പിന്നെ അടുത്ത രണ്ടാൾക്കാർ മെഗ്നീഷ്യ ആൻഡ് സൾഫർ, അവരും എന്താണ് 1 to 3% മതി. ഓക്കെ, പിന്നെ ആൽക്കലീസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാലോ കുറവായിരിക്കണം വരേണ്ടത്. അത് കൂടാൻ പാടുമോ? ഇല്ല. അത് കൂടി എഫ്ലോറസൻസിന് എന്താവും, ലീഡ് ചെയ്യും. അതെന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആൽക്കലീസ് എപ്പോഴും ഒരു 1% വരെ മതി, 0.2 to 1%. അപ്പം പെർസെൻറ്റേജ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതലുള്ള ലൈമാണ് നമുക്ക് വേണ്ടത് 62 to 67% ആയിട്ട്, സിലിക്ക 17 to 25%, അലൂമിന 3 to 8%. ആ മൂന്നാൾക്കാർ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ളതും ഉണ്ട്. അത് കഴിഞ്ഞ് ജിപ്സും അയൺ ഓക്സൈഡും ഒരുമിച്ച് പഠിക്കുക, 3 to 4% ആണെന്നും, മെഗ്നീഷ്യം സൾഫറും 1 to 3% ആണെന്നും, അടുത്തത് ആൽക്കലീസ് 0.1 to 1% ആണെന്നും. അടുത്തത് ഇവരുടെ ഓരോരുത്തരുടെയും എന്താണ് ഇവർ ഫങ്ഷൻ എന്നാണ്. ലൈം പ്രൊവൈഡ് ദ ബൈൻഡിങ് പ്രോപ്പർട്ടി. കൂടാതെ സ്ട്രെങ്ത്, സൗണ്ട്നെസ് അതൊക്കെ സിമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈമാണ്. ലൈം എക്സസ് ആയി കഴിഞ്ഞാലോ അവിടെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ലൈമിൻ്റെ പെർസെൻറ്റേജ് 62 to 67% ആണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അത് എക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ എക്സ്പാൻഡ് ആവും ആൻഡ് ഡിസിൻറ്റഗ്രേറ്റ്. അപ്പം ആ ഒരു സിമെൻറ്റ് ബിക്കംസ് അൺസൗണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പൈൻ. ഇനി അത് കുറഞ്ഞു കഴിഞ്ഞാലോ, അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ ലൈമിൻ്റെ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ആവാനുള്ള ഒരു ടെൻഡൻസി അതിനുണ്ടാവും, സെറ്റ് ക്വിക്ലി. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് സിലിക്ക. സിലിക്ക പ്രൊവൈഡ് ചെയ്യുന്നത് സ്ട്രെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 17 to 25% ആയിരുന്നു പറഞ്ഞിരുന്നത്. ഈ സിലിക്ക എക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിംഗ് ടൈം കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അലൂമിന എന്ന് പറയുന്നത് ദാറ്റ് പ്രൊവൈഡ്സ് ദ ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അലൂമിനയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസസ് ദ ക്ലിങ്കറിങ് ടെമ്പറേച്ചർ. ക്ലിങ്കറിങ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, അലൂമിന റെഡ്യൂസസ് ദ ക്ലിങ്കറിങ് ടെമ്പറേച്ചർ. ആൻഡ് അലൂമിനിയം എക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, സിമെൻറ്റ് വീക്കായി പോവും. ഓക്കെ, നെക്സ്റ്റ് ജിപ്സം. ജിപ്സം എന്തായിരുന്നു, CaSO4 ആയിരുന്നു. അതിൻ്റെ എത്രയായിരുന്നു, 3 to 4% ആണ്. അതെന്തായാലും ഓർമ്മിച്ച് വെക്കുക, ജിപ്സത്തിൻ്റെ ഒക്കെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്. ഈ ജിപ്സത്തിന് വേറൊരു പേര് നമ്മൾ റെഡ്യൂസർ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിക്സ്റ്റേഴ്സ് പഠിക്കും, അതിൽ റെഡ്യൂസറിലെ എക്സാമ്പിളാണ് ഈ ഒരു ജിപ്സം എന്ന് പറയുന്നത്. അപ്പോൾ ജിപ്സത്തിന് വേറൊരു പേരെന്താണ്, റെഡ്യൂസർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിലേ ദ സെറ്റിംഗ് പ്രോസസ്സിനെ ഡിലേ ആക്കുക എന്നുള്ളതായിരുന്നു ജിപ്സം. അലൂമിനിയം എന്താ ചെയ്യുന്നത്, അപ്പം ക്വിക്ക് സെറ്റിംഗ് സ്പീഡാക്കുക ചെയ്യുന്നത്. ജിപ്സം സെറ്റിംഗ് എന്താവും, സ്ലോ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ, സെറ്റിംഗ് ടൈം അവിടെ
കൂടാണ് ജിപ്സത്തിന് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അയൺ ഓക്സൈഡും മെഗ്നീഷ്യവും രണ്ടും കളറും ഹാർഡ്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അയൺ ഓക്സൈഡും മെഗ്നീഷ്യം അതിൻ്റെ പെർസെൻറ്റേജ് എന്താ വ്യത്യാസമുണ്ട് കേട്ടോ. ജിപ്സത്തിൻ്റെയും അയൺ ഓക്സൈഡിൻ്റെയും പെർസെൻറ്റേജ് ആയിരുന്നു എത്ര 3 to 4% വന്നിരുന്നത് അല്ലേ. മെഗ്നീഷ്യം സൾഫറും വരുന്നത് 1 to 3%. പക്ഷേ ഫങ്ഷൻസ് നോക്കുന്ന സമയത്ത് അയൺ ഓക്സൈഡും മെഗ്നീഷ്യത്തിൻ്റെയും ഫങ്ഷൻ കുറച്ച് സിമിലർ ആണ്, കളറും ഹാർഡ്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മെഗ്നീഷ്യക്സിസ് ആയി കഴിഞ്ഞാൽ അതെന്താവും, അൺസൗണ്ട് പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, സൾഫറിൻ്റെതും എന്താ സൗണ്ട്നെസ് പ്രോപ്പർട്ടി സിമെൻറ്റിന് തരിക എന്നുള്ളതാണ്. ആൽക്കലീസ് ഞാൻ പറഞ്ഞു ഒരു 0.2 to 1% വരെ വരുള്ളൂ. അതിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എഫ്ലൂറസെൻസ് ഉണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചേഴ്സിൽ ഒരു സ്റ്റെയിനിങ്ങും കൂടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആൽക്കലീസ് വാട്ടറുമായിട്ട് കൂടി ചേരുന്ന സമയത്ത് ഒരു വൈറ്റ് ഗ്രേ സ്പോട്ട് ഉണ്ടാവും. അതാണ് ശരിക്കും ഈ ഒരു എഫ്ലൂറസെൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കോമ്പോസിഷൻ ഓഫ് ദ സിമെൻറ്റിൽ വരുന്നത്.